പ്രിയ ദൈവപൈതലേ, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ഉപമയാണ് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അങ്ങനെ ഞാനിവിടെ മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം നമ്മുടെ മുൻപിൽ ഇങ്ങനെ പെട്ടെന്ന് നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷെ ആർക്കും ഈ ആകാശത്തെ തൊട്ടതായിട്ട് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഉപമയിലൂടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ് ദൈവം. നിങ്ങൾ പിന്മാറ്റത്തിലിരിക്കുന്നവരായിരിക്കാം, വേദനയിലും നിരാശയിലും പരാജയത്തിലും ഹൃദയം നുറുങ്ങിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ രണ്ട് തോട്ട്സ് എന്തൊക്കെയാണ്? ആകാശത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നുവരെ ആർക്കും പറ്റാത്ത ഏത് സമ്പാദ്യമുള്ളവനും എത്ര പണക്കാരനാണെങ്കിലും ആകാശത്തെ തൊട്ടു നോക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് മനുഷ്യകരം കൊണ്ടുണ്ടാക്കിയതല്ല. അത് ദൈവം മനോഹരമായി ദൈവമുണ്ടാക്കി, ദൈവത്തിൻ്റെ ഗ്ലോറി അധിവസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നിന്റെ മനസ്സിൽ നീ പറയണം, ആകാശത്തെ നീ കാണുമ്പോഴൊക്കെയും ദൈവം നിന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം ഒരു സർവശക്തനാണെന്ന്. ഒരിക്കലും ആകാശം വീഴുന്നില്ല, അത് തകരുന്നില്ല, അത് ഇല്ലാതാകുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ദൈവം തൻ്റെ ശക്തിയാലാണ് അതിനെ നിലനിർത്തിയിരിക്കുന്നത്. ദ സ്കൈ നെവർ ഫോൾസ്, നെവർ ബ്രേക്സ് ആൻഡ് നെവർ ഡിസപ്പിയേഴ്സ്. അത് മനുഷ്യർ ഡിസപ്പിയർ ആകും, മനുഷ്യർ ബ്രേക്ക് ആവും, മനുഷ്യർ ഫോൾ ആകും. ബട്ട് ദൈവത്തിൻ്റെ കരം ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പവറിൽ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. കാരണം ദൈവമക്കൾ റാപ്ചർ സമയത്ത് ഉയരുമ്പോൾ ഇത് നമ്മളെ ഡിക്ലെയർ ചെയ്യാണ്. നിന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നെങ്കിൽ ഒരു ശക്തിക്കും നിന്റെ റാപ്ചറിനെ തടയാൻ പറ്റത്തില്ല. ആകാശം ഒരിക്കലും വീഴുന്നില്ല, നീ ഒരിക്കലും വീഴില്ല മകളെ. ആകാശം ഒരിക്കലും തകരുന്നില്ല, നീ ഒരിക്കലും തകരില്ല. ആകാശം ഒരിക്കലും ഇല്ലാതാകുന്നില്ല, നീയും ഇല്ലാതാകത്തില്ല. ക്ലൗഡ്സുകൾ അല്ലെങ്കിൽ സ്റ്റോംസ് ഒക്കെ വന്നിട്ട് നമുക്ക് സ്കൈയെ ചിലപ്പോൾ കാണാതിരിക്കാൻ പറ്റും. പക്ഷെ ഇറ്റ് ഡസൻറ്റ് മീൻ ആകാശമില്ലെന്നല്ല. സങ്കീർത്തനം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു, ആകാശമണ്ഡലം അവൻ്റെ കൈകളുടെ പ്രവൃത്തികളെ കാണിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുകയാണ്. ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ദൈവം എങ്ങനെയാണ് ഈ ആകാശത്തെ മെനഞ്ഞിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടെന്ന്. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രസ്താവിക്കുന്നു, ആകാശമണ്ഡലം അവൻ്റെ കൈകളുടെ പ്രവൃത്തികളെ കാണിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും എത്ര അഗോചരമാണ്. നമ്മൾ ചെറിയ ചെറിയ സില്ലി കാര്യങ്ങളെ ഓർത്ത് വേദനപ്പെട്ടിരിക്കുമ്പോൾ ആ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ അവൻ്റെ മഹത്വവും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഉപമയിലൂടെ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ഈ 31-ാം വാക്യത്തിൽ പറയുന്ന അല്ലെങ്കിൽ 33-ാം വാക്യത്തിൽ പറയുന്ന ഓരോ ഉപമകളിലേക്ക് വരുമ്പോൾ ഒരു പുളിച്ച മാവിനോട് ഇതിനെ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും വചനങ്ങൾ വായിക്കുമ്പോൾ ഓരോ ആഴത്തിലേക്ക് അദൈവിക മർമ്മത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ഓരോ പ്രശ്നത്തിൽ നിന്നും വിടുതലാകുന്നത്. നമ്മൾ ഹെവിലെസ് ആകും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഭാരം നിറഞ്ഞിരുന്ന് നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭാരം നീങ്ങിപ്പോയി ആ ദൈവത്തിൻ്റെ റെവലേഷനിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. റോമാ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോക സൃഷ്ടികാലം മുതൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവൻ സൃഷ്ടിച്ചവയിലൂടെ വ്യക്തമാക്കുന്നുവെന്ന്. അപ്പോൾ ലോകത്തിൻ സൃഷ്ടിച്ചതും മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ആരും പറഞ്ഞു തന്നില്ലെങ്കിലും നമ്മൾ ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ, ഈ ലോകത്തെ കാണുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ അറിയണം ഇത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന്. ദൈവത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനാകുന്നില്ലെങ്കിലും ആകാശവും ഭൂമിയും സമുദ്രവും അവൻ സത്യമായ ദൈവമെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. ഈവൻ ദോ വി കനോട്ട് സീ ഗോഡ് വിത്ത് അവർ ഐസ്, ഹിസ് വർക്ക്സ്, ദ സ്കൈ, ദ എർത്ത്, ദ സീ ഷോ ഹി ഈസ് റിയൽ. ഗോഡ് ഈസ് റിയൽ. ഇപ്പോൾ തന്നെ പറഞ്ഞാട്ടെ, നിങ്ങൾക്കിപ്പോൾ തന്നെ ഹൃദയത്തിൽ ഒരു വിടുതൽ സംഭവിക്കുകയാണ്. നിങ്ങളുടെ ആയിരിക്കുന്ന ബന്ധനത്തിൽ നാളുകളായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ പ്രവചനത്തിലൊക്കെ പെട്ടുപോയിരിക്കുന്നു. ചില ബന്ധനങ്ങളിലിരിക്കുന്ന സഹോദരിമാരെ ഇപ്പോൾ തന്നെ എന്നെ കേൾക്കുമ്പോൾ തന്നെ ആ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന ആ കെട്ടുകളെ എന്ന് പറഞ്ഞാൽ നിങ്ങളാൽ കെട്ടിവെച്ച നുഖങ്ങളെ ഇപ്പോൾ തന്നെ തകർക്കുകയാണ്. ഇറ്റ് ഈസ് ഡിസപ്പിയറിങ്. യെസ്, റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ചെറിയൊരു പാട്ടൊക്കെ ഇട്ടിട്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. ഇന്നുവരെയും ഒരു മനുഷ്യനും സാധിക്കാതെ ഇരുന്നൊരു കാര്യം, ആകാശത്തെ ആർക്കും ഒരു ചേഞ്ചസോ ഒന്ന് നീട്ടാനോ ആകാശത്തെ ഒന്ന് കുറയ്ക്കാനോ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല.
അപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചോണം, ഈ ഭൂമിയിൽ നമുക്ക് പലതും നമ്മൾ ചിന്തിക്കുന്ന ഓരോ ഹൈ ആയിട്ടുള്ളവരും, പേടിപ്പിക്കുന്ന രീതിയിലുള്ള മനുഷ്യർ, ചില കൂട്ടങ്ങൾ, നമ്മൾ ഭയക്കുന്ന ചില കൂട്ടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരുമൊക്കെ അനേക മനുഷ്യരെ ഭയക്കുന്നുണ്ടായിരിക്കാം, അനേക സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭയക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ഭയത്തിനേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, ഈ ആകാശത്തിലേക്കൊന്ന് നോക്കുമ്പോൾ, അതിനെ നീട്ടിയത് ദൈവം മാത്രമാണ്, അതിനെ മെനഞ്ഞത് ദൈവം മാത്രമാണ്, അതിൽ വസിക്കുന്ന ഗ്ലോറി ദൈവത്തിൻ്റെ മാത്രമാണ്. ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം ആകാശത്തിലേക്ക് കണ്ണുകളെ ഒന്ന് ഉയർത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയണം, ഈ സുന്ദരമായ ആകാശമുണ്ടാക്കിയ ദൈവം എൻ്റെ ദൈവമാണെന്ന്. അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണം. നമ്മൾ പറയും തോറും നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ദൈവത്തിൻ്റെ കൃപ, ഗ്രേസ്, നിങ്ങളുടെ മുറികളിലേക്ക് ആ ഗ്രേസ് ടച്ച് ആകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് വാനിഷ് ആകും. ആകാശം കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കണം ദൈവമുണ്ടെന്ന്. നാം മുകളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളെ മുകളിലേക്ക് നോക്കുന്നത്. വിശാലമായ ആകാശം കാണും. പകല് നീലരാത്രി, നക്ഷത്രങ്ങളാൽ രാത്രിയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആകാശത്തെ ആരും ഇന്നുവരെയും തൊട്ടിട്ടില്ല. അത് അളക്കാനും പിടിക്കാനും ആർക്കും ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. അതിൽ സ്വന്തമാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ പലതും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ അവിടെ പോകുവാനായി, അസ്വർഗീയമായ വാസത്തിൽ പോകുവാനായി നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ പുതിയ സൃഷ്ടിയായി, നമ്മൾ ദിനവും ക്രിസ്തുവിൻ്റെ വചനത്തിൽ വളരുന്നവരായിരിക്കണം. നമ്മളൊരു കല്ലുകളായി ഓരോരുത്തരായി പണിയപ്പെട്ട് നമ്മളൊരു സഭയായി, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു സഭയായി നമ്മൾ മാറണം. അവർ ഗോഡ്, ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ മഹാനായ ഒരാളുണ്ട്, നമ്മുടെ ദൈവം. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ മഹാന്മാരും ഓരോ വ്യക്തി പൂജകൾ നടത്തുമ്പോഴും നിങ്ങൾ ഓർക്കണം, വ്യക്തികളല്ല, അതിലൊക്കെ ഉപരിയായി ആകാശത്തെ വിരിച്ചൊരു ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു. നമ്മൾ ഓരോ റീൽസുകൾ കാണുമ്പോൾ, നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ദുഃഖിച്ച് അനാവശ്യമായ സമയങ്ങളെ കളയുമ്പോൾ ഓർക്കണം, ദൈവം ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം ഇതിൽ ഫലമുണ്ടാകുമോ? സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, മേഘങ്ങൾ നീങ്ങുന്നു, മഴവില്ലുകൾ വരുന്നു പോകുന്നു, ഇതൊന്നും ഈ ആകാശത്തെ മാറ്റുവാനോ അതിനെ തളർത്തുവാനോ പറ്റുകയില്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ മഹാശക്തി, ഹീസ് എൽ ഷദായ്, അവൻ്റെ മഹത്വവും ശക്തിയും നമ്മെ കാണിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. ദിനവൃത്താന്തം 10:14 പറയുന്നു, ആകാശങ്ങളുടെ ആകാശവും നിന്റെ ദൈവമായ യഹോവയുടേതാണ്. അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഒരു രാജാവിനും രാജ്യത്തിനും അതിൻ്റെ ഉടമസ്ഥത അവകാശമാക്കുവാൻ പറ്റുകയില്ല. ഒരു കുഞ്ഞച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, ഓരോ രാവിലെയും ആകാശം നീലയാക്കുന്നത് ആരാണ്? അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ദൈവത്തിൻ്റെ തൂലികയാണ് മകനെ. ഓരോ നിറവും മേഘവും നക്ഷത്രവും ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്ന എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. നിൻ്റെ ജീവിതത്തെ, നിന്നോടുള്ള ദർശനത്തെ, വാക്തത്വത്തെ, നീ പുതിയ സൃഷ്ടിയായെങ്കിൽ, അല്ലെങ്കിൽ നീ ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്നു, ഭയന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ ദൈവത്തെ വിശ്വസിക്കണ്ടായോ എന്ന് വിചാരിക്കുമ്പോൾ ആകാശത്തിലേക്കൊന്ന് നോക്കണം. നമ്മളെത്ര ചെറുതാണ്, ബട്ട് ഗോഡ് ഈസ് സോ ഗ്രേറ്റ്. ഐ ആം സ്മോൾ ബട്ട് മൈ ഗോഡ് ഈസ് ഗ്രേറ്റ്. ഞാൻ ചെറുതാണ്, പക്ഷേ എൻ്റെ ദൈവം മഹാനാണ്. ഈ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഹി ഈസ് ഗുഡ് ഓൾവേസ്. ഇന്ന് നീ ആകാശം നോക്കുമ്പോഴും മേഘങ്ങളെ നോക്കുമ്പോൾ, അത് തെളിഞ്ഞായാലും അത് ഇരുണ്ടിരുന്നാലും നക്ഷത്രങ്ങൾ നിറഞ്ഞതായാലും ഒരു സത്യത്തെ ഓർക്കുക, ഈ ആകാശം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ദൈവം സത്യമാണ്. അവൻ ജീവിക്കുന്നു, അവൻ എല്ലാറ്റിനെക്കാട്ടിലും ആധിപത്യം പുലർത്തുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ ആകാശം കാണുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് വിശാലതയിലേക്ക് വരട്ടെ, എൻ്റെ ഹൃദയത്തിലുള്ള ഭാരം നീങ്ങിപ്പോകട്ടെ, മനുഷ്യരാൽ പെട്ടിവെച്ച എൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പറയാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറം മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം ഈ ഒരു വാക്യത്തിലൂടെയാണ്. നമ്മളതിനെ ആഴത്തിൽ നോക്കുമ്പോൾ ആ സ്ത്രീയെ കാണിക്കുന്നത് ഒരു ബിലീവർ, ഒരു വിശ്വാസിയെയാണ്. ലീവൻ ഈസ്റ്റനെ കാണിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിനെയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ അവൻ്റെ കൃപയെയാണ്. ആ മാവ് കാണിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. അത് മിക്സ് ചെയ്ത് അത് വർക്ക് ചെയ്യാനായി നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, അത് നമ്മളിലേക്ക് എങ്ങനെ ഒരു വിശ്വാസിയുടെ അകത്ത് ദൈവത്തിൻ്റെ കൃപയും വചനവും ആത്മാവും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ആ മാവിൻ്റെ അകത്ത് ആ പുളിച്ചിരിക്കുന്നത്
അതെല്ലാത്തിലും വർക്ക് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് നമ്മൾ ആഴത്തിലേക്ക് അതിനെ പ്രവർത്തിക്കുവാനായി വിട്ടുകൊടുക്കുമ്പോൾ ഒരു ചെറിയ അരി ഭൂമിയിൽ വീണ് അത് വിത്തായി ഫലമായി അത് അനേകർക്ക് വെളിച്ചമായി ഒരു ഭയങ്കര മരമായി മുഴുവനും പൂക്കളായി അല്ലെങ്കിൽ ഒരു ദേശമായി ഒരു ദിവസം കൊണ്ടൊരു പട്ടണം ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. മനുഷ്യരെ ഒന്നും വിശ്വസിക്കരുത്. മനുഷ്യരെ നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. പക്ഷേ എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം, എല്ലാത്തിലും ദൈവത്തോട് സംസാരിക്കണം. ഇന്നുവരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥന തുടങ്ങണം. നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ പുതിയ സൃഷ്ടിയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ആർക്കും അത് തടയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ശവം എവിടെ വേണമെങ്കിലും കുഴിച്ചിട്ടോട്ടെ, പക്ഷെ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ പുതിയ സൃഷ്ടി ആയപ്പോൾ മുതൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല. നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി അവൻ്റെ വാഗ്ദത്തങ്ങളെ വചനത്തിലൂടെ വിശ്വസിക്കുക. വാക്ക് ബൈ ഫെയ്ത്ത്. നിങ്ങൾ നടക്കുക. ഐ വെയിറ്റ് അപ്പോൺ ഗോഡ്. നിങ്ങൾ വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ ഇതുവരെ സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ കർത്താവിനെ വിശ്വസിക്കുക. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഹി ഈസ് എ ക്രിയേറ്റർ. വചനം വായിക്കുക. ആഴത്തിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കട്ടെ. റേഖോനോ സിക്കോറോ ഷെഖിതേരെ ബാരഖിതേരെ ബാരഖത്ത്. കർത്താവേ, എൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ഈ മത്തായി സുവിശേഷം 13:33 പോലെ ആ പുളിച്ച ആ മാവ് പോലെ അല്പം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ച് സമയമെടുക്കും. അത് ആ മുഴുവൻ മാവും ആ കൺട്രോളിലേക്ക് എത്തുവാനായി ഇതുപോലെ ഞങ്ങളുടെ ഉള്ളത്തിലേക്കും പരിശുദ്ധാത്മാവ് ചെറുതായി പ്രവർത്തിക്കുമ്പോൾ അത് ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പൂർത്തീകരണത്തിലേക്ക് വരുന്നു. ഒരു മന്ദിരമായി മാറുന്നു. പലരാൽ ഞങ്ങൾ ഒരുമിച്ച് പണിയപ്പെടുന്നു. ഒരു ശരീരവും പല അവയവങ്ങളും പോലെ ക്രിസ്തുവിൽ ഞങ്ങൾ പണിയപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യു ഗൈഡ് us Lord, യു ലീഡ് us Lord. I bless everyone in the name of Jesus Christ. Never give up. You are chosen. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് വചനം വായിക്കണം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം, ആത്മാവിൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണം. നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. കൂട്ടത്തിലിരുന്ന് പാടുവാനും ബഹളം വയ്ക്കുവാനും എല്ലാവരെയും കാണിക്കുവാനും സദൃക്യരെയും പരീക്ഷന്മാരെയും പോലെ നിലയങ്കി ധരിച്ചുകൊണ്ടും അല്ല നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആത്മാവാകുന്ന ദൈവത്തെ പ്രേമിക്കണം, സ്നേഹിക്കണം. യേശു കർത്താവിലൂടെയാണ് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചത്. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ഏത് സമയവും ചെല്ലാം. പ്രാകാരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് പ്രയർ റിക്വസ്റ്റ് പറയാതെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങൾ കയറണം. ആകാശം ഭൂമിയുടെ മഹത്വത്തെ വർണ്ണിക്കുന്നു. God has a great plan about you. കിരീടം പ്രാപിക്കണമെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. God has a great plan about you. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രസ്താവിക്കുന്നു. ആകാശമണ്ഡലം അവൻ്റെ കൈകളുടെ പ്രവർത്തികളെ കാണിക്കുന്നു. നമ്മൾ അതിനെ വിശ്വസിച്ച് വിശ്വാസത്തിൽ നടക്കണം. അത്രമാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. God bless you.